നമസ്കാരം. ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് ആനി. ഓക്കെ. സ്ഥലം? കൊരട്ടി. അപ്പൊ ഹാർട്ട്ഫുൾനെസ്സിനെ പറ്റി എങ്ങനെയാ അറിഞ്ഞത് ആദ്യമായിട്ട്? ഞങ്ങളുടെ അവിടെ ഒരു ചിരി യോഗ ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഡേവിസ് ചെറുമേലച്ചനാണ് അതിൻ്റെ ഫൗണ്ടേഷൻ ഒക്കെ തന്നേക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളവിടെ വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവിടെ ട്രെയിനറായിട്ട് ഒരാൾ വന്നു. യോഗയും മെഡിറ്റേഷനും അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം തോന്നി. അങ്ങനെ ആദ്യ ദിവസം വന്നു. ഞങ്ങളെല്ലാം അതിനെപ്പറ്റി ഇതിൻ്റെ പ്രാധാന്യത്തെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ഞങ്ങൾക്കത് ഇഷ്ടമായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആഴ്ചയിൽ 3 ദിവസം മെഡിറ്റേഷൻ, തിങ്കൾ ബുധൻ വെള്ളി മെഡിറ്റേഷൻ ഉണ്ട്. എല്ലാവരും അതിൽ പങ്കാളികളായിട്ട് പോകാറ്. എല്ലാവർക്കും ഇഷ്ടമാണ് വരാനായിട്ട്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അറിഞ്ഞാണ് ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു വരണം എന്നുള്ള ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറച്ച് പേര് വന്നു. ഇനിയും ആൾക്കാർ വരാതിരിക്കുന്നു, വരും. എത്ര നാളായപ്പോ ചെയ്യണോ മെഡിറ്റേഷൻ? ഞങ്ങളൊരു 8 മാസത്തോളായിട്ടുണ്ട് മെഡിറ്റേഷൻ അവിടെ ചെയ്തു തുടങ്ങിയിട്ട്. 8 മാസത്തോളായിട്ടുണ്ട്. അതിന്റെ പ്രാക്ടീസ് ഒക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും കുറച്ചു നേരം ഞങ്ങൾ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. വീട്ടിലും ചെയ്യോ? വീട്ടിലും കുറച്ചു നേരം. ഞാൻ കൂടുതലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പാ ചെയ്യുന്നത്. രാത്രി ഉറങ്ങുന്നതിന്. വീട്ടില് ഞാനും ഹസ്ബൻഡേ ഉള്ളൂ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. പിള്ളേർ 2 പുറത്ത്. ഹസ്ബൻഡും ചെയ്യണ്ടോ? ഹസ്ബൻഡിന് അത്രയും താല്പര്യം വന്നിട്ടില്ല. താല്പര്യപ്പെടുത്തണം. ഇവരൊന്ന് ചെന്ന് കഴിയുമ്പോൾ എല്ലാം പറയുമല്ലോ. താല്പര്യപ്പെടുത്തണം, ശരിയാക്കണം. ഇപ്പൊ കൻഹയിൽ വന്നല്ലോ, അതിന് കൻഹയിൽ വരാനുള്ള കാരണം? കൻഹയിൽ വരാനായിട്ട് ഇവിടുത്തെ കാര്യങ്ങളെ പറ്റി ഞങ്ങളുടെ ട്രെയിനേഴ്സ് ശ്യാമള ടീച്ചറും വേറെ 4-5 പേരുണ്ട് ഞങ്ങൾക്ക് വരുന്നത്. അവർ ഇതിനെപ്പറ്റി സംസാരിച്ചു. ഇതിൻ്റെ കൻഹയിൽ വന്ന നല്ലൊരു അനുഭവമാണ്. അവരോട് വരുന്ന ആൾക്കാരാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒന്ന് വന്ന് കണ്ട് ഒന്ന് മനസ്സിലാക്കണം എന്ന് തോന്നി. അപ്പോൾ ഞങ്ങൾ വന്നു. കണ്ടിട്ട് ഞങ്ങൾക്ക് വളരെ തൃപ്തിയായി. നല്ലതാണ്, ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ രാവിലെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പോകുമായിരുന്നു. അപ്പോൾ ഉണ്ട്. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനെ സിറ്റിംഗ് ഒക്കെ എടുക്കാറുണ്ട്. കുഴപ്പമില്ല. ഇപ്പൊ എത്ര ദിവസമായി? ഞങ്ങള് കഴിഞ്ഞ ഞായറാഴ്ച വന്നു. നാളെ ഞങ്ങൾ തിരിച്ചു പോവുക. അപ്പൊ ഒരാഴ്ച ഉണ്ടായി. ഇത്ര ദിവസം ഒരുമിച്ച് നിൽക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഇല്ല, ഇത് നല്ലതല്ലേ, സന്തോഷല്ലേ. എനിക്ക് സന്തോഷമായിട്ട് തോന്നി. ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് എന്താ കൻഹയില്? മെഡിറ്റേഷൻ തന്നെയാണ് കൂടുതലും എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ലതാണ്. ധ്യാനിച്ചു തുടങ്ങിയപ്പോ ചേച്ചിയുടെ ജീവിതത്തില് എന്താ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മറ്റുള്ളവരോട് ഇച്ചിരിയൊക്കെ നമുക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നല്ല മാറ്റം വന്നിട്ടുണ്ട്. പുതുതായി ഇങ്ങനെ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നവരോട് അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് ഒരു ജീവിതശൈലി ആക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം അങ്ങനെയാ, ആക്കണം.